ശബരിമലയിൽ മകര സംക്രമ സന്ധ്യയിൽ അയ്യപ്പ വിഗ്രഹത്തിന് ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായുള്ള സംഘം നിലയ്ക്കലിൽ നിന്നും യാത്ര തുടർന്നിരിക്കുകയാണ്. നിലയ്ക്കലിൽ ഇപ്പോൾ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഉള്ളതെന്ന് പറയാനായിട്ട് DIG അജിത ബീഗം മേഡമാണ് നമ്മളോടൊപ്പം ഉള്ളത്. മേഡം, ഭക്തർക്കായിട്ട് എന്തൊക്കെ ക്രമീകരണങ്ങളാണ് നിലയ്ക്കലിൽ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്? സോ ഇപ്പോൾ നമുക്ക് നിലവിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താ പറഞ്ഞാൽ, നമ്മൾ പാർക്കിംഗ് ലോട്ട്സ് എല്ലാം ഫുള്ളാണ്, വാഹനങ്ങൾ ഫുള്ളായി ഇരിക്കുകയാണ്. അപ്പോൾ മാക്സിമം ഭക്തജനങ്ങളെ നമ്മൾ KSRTC വഴി സർവീസ് ചെയ്തിട്ട് എല്ലാം പമ്പയിൽ ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള കയറ്റമൊന്നുമില്ല. KSRTC വണ്ടികൾ ഇനി അവിടെ ലൈനപ്പ് ചെയ്തും നമ്മുടെ മകരവിളക്ക് കഴിഞ്ഞ ശേഷം ആളുകളെ താഴോട്ട് കൊണ്ടുവരാനും അതിൻ്റെ ക്രമീകരണമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതിന് ശേഷം ഒരു ഉച്ചയോടുകൂടി ഇനി എങ്ങനെയായിരിക്കും തിരക്ക് കൂടുക? എന്താണ് ഇപ്പോൾ പോലീസിൻ്റെ ഒരു കാൽക്കുലേഷൻ? സോ തിരക്കിപ്പോൾ ഒരുമാതിരി എല്ലാവരും കയറി കഴിഞ്ഞു. ഇനി വരുന്ന ആളുകൾ ഇനി പോകാൻ പറ്റത്തില്ല. ഓണറബിൾ ഹൈക്കോടതിയുടെ ഓർഡേഴ്സ് ഉണ്ട്. നമുക്ക് മാക്സിമം ആളുകൾ 11 മണിക്ക് മുമ്പ് കയറ്റണം എന്നാണ്. അപ്പം 11 മണിക്ക് ശേഷം വരുന്ന ആളുകൾക്ക് നമുക്ക് കയറ്റാൻ അവിടെ സ്ഥലമുണ്ടെങ്കിൽ അവിടെ കോർഡിനേറ്റ് ചെയ്യേണ്ടി വരും. ആസ് ഓഫ് നൗ നമുക്ക് ഹൈക്കോടതി ഓർഡർ പ്രകാരമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനിയിപ്പം വരുന്ന ഭക്തരോട് എന്താണ് നിർദ്ദേശങ്ങളായിട്ട് പറയാനുള്ളത്? ഇനി നിലയ്ക്കലിൽ നിന്ന് ഇനി അങ്ങോട്ടേക്ക് എന്താണ് നിർദ്ദേശങ്ങളായിട്ട് സാർ പറയാനുള്ളത്? നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്കുള്ള യാത്ര നമ്മളിപ്പോൾ കുറച്ച് സ്ലോ ഡൗൺ ചെയ്തേക്കണം. കാരണം ഭക്തരായിട്ടുള്ള ആളുകളൊക്കെ ഏകദേശം എത്തിക്കഴിഞ്ഞു. ഇനി വല്ലാതെ തിരക്ക് വരുമ്പോഴേക്കും അങ്ങോട്ടേക്ക് പോകാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. നമ്മുടെ ഇനി പ്രധാന കൺസേൺ എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് വിളക്ക് കഴിഞ്ഞ് വരുന്ന തീർത്ഥാടകരെ സുരക്ഷിതമായി അവരവരുടെ വീടുകളിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതിന് KSRTCയുമായി കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ ഈ നമ്മുടെ നിലയ്ക്കലൊരു 10,000 വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. 800 KSRTC വാഹനങ്ങൾ ചെയിനായിട്ട് പമ്പ നിലയ്ക്കൽ വരും. അപ്പോൾ അങ്ങനെ സുരക്ഷിതമായി ദർശനം കഴിഞ്ഞ് വരുന്ന ഭക്തരെ അവരവരുടെ സ്ഥലങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ